വെൽക്കം ടു നെക്സ്റ്റ് കാസ്റ്റ്. ഇന്നത്തെ ഒരു ചാലഞ്ച് പോലെയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. എൻ്റെ കണ്ണ് കണ്ടറിയാം, ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ല. കാരണം ഞാൻ ഒരു റെഫറൻസിന് വേണ്ടിയിട്ടൊരു വീഡിയോ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പ്രോട്ടോടൈപ്പിൻ്റെ വീഡിയോ കാണാനായി. അപ്പോൾ അങ്ങനെ ഞാൻ കുറേ നേരം വീഡിയോ നോക്കിയപ്പോൾ ഞാൻ മനസ്സിലാക്കി ഇത് ഭയങ്കര എക്സ്പ്ലനേഷൻ കുറച്ച് ലാഗ് ചെയ്യുന്നുണ്ടല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ വിചാരിച്ചു ഇതിനെക്കാട്ടിൽ ബെറ്ററായിട്ടൊന്ന് ചെയ്തുകൂടെ എന്നുള്ള. അപ്പോൾ എൻ്റെ 100K കോഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചലഞ്ച് ഞാൻ കണ്ടു. അപ്പോൾ അതിൽ ഒരു സീരീസ് ഓഫ് വീഡിയോസ് ഉണ്ട്. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ട്രെയിനിങ്ങിൽ ഏറ്റവും പുലിയാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ കേട്ടോ. അഹങ്കാരമാണ്, അത് ഭയങ്കര കാര്യമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 7:55 ഇപ്പോൾ ലാറ്റിൻ ടൈം. നാട്ടിലിപ്പോൾ ഒരു 10:30 കാണും. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ ഞാൻ ഉദ്ദേശിക്കുന്നൊരു കാര്യം എന്ന് വെച്ചാൽ എത്രയും പെട്ടെന്നൊരു കോഴ്സ്, അതായത് പൈത്തൻ്റെ ഫണ്ടമെൻ്റൽസ് പഠിക്കാൻ ഇത്രയും സമയം വേണ്ട. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നിങ്ങൾക്ക് 8 മണിക്കൂർ ക്ലാസ് തീർക്കാമെന്നൊക്കെ ഞാൻ പറയുന്നൊരു ഭയങ്കര കോൺഫിഡൻസോടുകൂടി പറയുന്നതെന്ന് വെച്ചാൽ ഞാനൊരു ആക്സഞ്ചർ ട്രെയിനറാണ്. ഞാൻ കോർപ്പറേറ്റ് ട്രെയിനറായിട്ട് ഞാൻ കഴിഞ്ഞ 5 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് വന്ന ഞാൻ എൻ്റെ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഇൻ്റർനാഷണൽ ലോക്കൽ ലാറ്റ്വിയൻസ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഇറാസ്മസ് സ്റ്റുഡൻസ് എന്ന് വെച്ചാൽ ക്ലാസ്സിൽ വരുന്നവരെല്ലാം ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ആണ്. അപ്പോൾ അവരെ എനിക്ക് ഇമ്പ്രസ് ചെയ്യാൻ പറ്റി. അവരുടെ ഫീഡ്ബാക്ക്സ് എനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ട് കിട്ടി എന്നുള്ളത് ഭയങ്കര അഹങ്കാരത്തോട് പറയാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ എന്തുകൊണ്ട് എനിക്കിത് ഈ ഒരു കഴിവ് എനിക്ക് പുറത്തേക്ക് കാണിച്ചുകൂടാ? 1 hour ഞാൻ എത്രയും പെട്ടെന്നൊരു ക്ലാസ് തീർക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. അപ്പോൾ ഞാൻ ഒരുപാട് കഥ പറഞ്ഞ് സമയം കളയുന്നില്ല. ഞാൻ എൻ്റെ ഇടയ്ക്കൂടെ ലാസ്റ്റ് എൻ്റെ മുമ്പ് ഉണ്ടായിരുന്ന സ്റ്റുഡൻറ്റിനെ വിളിച്ച് ഞാൻ വേണമെങ്കിൽ ഒരു ഫീഡ്ബാക്ക് കൂടെ കളക്ട് ചെയ്യാം. 1-2 പേരുണ്ട്, പക്ഷേ എൻ്റെ നാട്ടിൽ ഉറങ്ങിയത് കൊണ്ട് ചിലപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്തിട്ട് ഞാൻ വീണ്ടും അടുത്തൊരു എപ്പിസോഡായിട്ട് വേണമെങ്കിൽ ഞാൻ വീണ്ടും ഇത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യും, അതിനെ ക്ലബ് ചെയ്യാം. അപ്പോൾ ഞാനിത് തുടങ്ങുകയാണ്. ഞാൻ ഒരുപാട് സമയം കളയുന്നില്ല. അപ്പോൾ എൻ്റെ റൈറ്റ് സൈഡിലുള്ള സ്ക്രീൻ ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പം ആ എക്സിക്യൂഷൻ റിസൾട്ട് അതിനകത്ത് കാണാൻ പറ്റും. അപ്പോൾ പൈത്തൺ ആരുണ്ടാക്കി, എന്തിനുണ്ടാക്കി, എവിടെ നിന്ന്, ഏത് സമയത്തുണ്ടാക്കി, എന്താ കാര്യം, ഇതൊന്നും പറയലല്ല എൻ്റെ ഉദ്ദേശം. എന്ന് വെച്ചാൽ പഠിക്കുന്ന ഒരാളും അങ്ങനെ പഠിക്കേണ്ട ആവശ്യമില്ല. ABCD എന്ന് പറഞ്ഞിട്ടുള്ള സാധനം പഠിച്ചു തുടങ്ങരുതെന്നാണ് ഞാൻ പറയുന്നത് എപ്പോഴും. യൂറോപ്യൻ സിസ്റ്റം അങ്ങനെ തന്നെയാണ്. നിങ്ങളെ എടുത്ത് വെള്ളത്തിലോട്ടിടുക, വെള്ളത്തിൽ കിടന്ന് നീന്തുക, അല്ലാതെ നിങ്ങളിങ്ങനെ പഠിക്കുക, അങ്ങനെ നീന്തണം എന്ന് പറയത്തൊന്നുമില്ല എന്നതുപോലെയാണ് എൻ്റെ അപ്രോച്ച്. നമ്മൾ ഇറങ്ങുന്നതെന്ന് വെച്ചാൽ കോറിലേക്ക് ഇറങ്ങുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ബേസിക്സ് ഒരു ഹൈറാർക്കി അങ്ങനെ. ഞാൻ ട്രഡീഷണൽ മെത്തേഡിൽ പോകുന്ന ആളൊന്നുമില്ല. എൻ്റെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. അത് പ്രോജക്റ്റ് ചെയ്തുകൊണ്ട് അങ്ങ് തുടങ്ങുകയാണ്. അതായത് നമ്മൾക്ക് ജസ്റ്റ് ഒരു സാമ്പിൾ ആപ്പിൾ ഓറഞ്ച് എന്ന് പറഞ്ഞ് നമുക്ക് തുടങ്ങാറില്ല. അപ്പോൾ ഞാൻ തുടങ്ങുകയാണ്. അപ്പം തുടങ്ങുന്നതിന് മുമ്പ് കൈ മുറക്കിക്കട്ടെ, നമുക്ക് അറിഞ്ഞിരിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. 1 വേരിയബിൾസ്, 2 ഫങ്ഷൻസ്. വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ പറയുന്ന പോലെ തന്നെ വേരി ചെയ്യുന്നൊരു സാധനമാണ്. എന്നുവെച്ചാൽ നിങ്ങളൊരു സാധനം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അലമാരയിലേക്ക് തുണി കൊണ്ട് വെച്ച് ഞങ്ങൾ തുണിയുടെ അലമാരയായി, ഷൂ വെച്ചാൽ അത് ഷൂവിൻ്റെ അലമാരയായി എന്നതുപോലെ എന്താണോ നിങ്ങൾ അലമാരയിലേക്ക് വെക്കുന്നതിനനുസരിച്ച് ആ അലമാരയുടെ പർപ്പസ് മാറിക്കൊണ്ടിരിക്കും. എന്നതുപോലെ വേരിയബിൾ എന്ന് പറഞ്ഞാൽ വേരി ചെയ്തുകൊണ്ടിരിക്കും, അതിനകത്ത് വാല്യൂസ് മാറിക്കൊണ്ടിരിക്കും. ഉദാഹരണം, A6ൻ്റെ CEO ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാനാണ്. അപ്പോൾ ഞാൻ പറയും ഒരു 2 വർഷം കഴിഞ്ഞുള്ള CV ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ആരാണോ അയാളുടെ പേരായിരിക്കും വരിക. എന്നുവെച്ചാൽ എൻ്റെ ഒരു CEO പൊസിഷനിലേക്ക് വരുന്ന ഒരാൾ മാറിക്കൊണ്ടിരിക്കും. CEO എന്നുള്ള ആ പൊസിഷനോടായിരിക്കും വാല്യൂ മാറിക്കൊണ്ടിരിക്കും. എന്നതുപോലെ ഈ വേരിയബിൾ എന്ന് പറഞ്ഞത് വേരി ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമാണ്. അതിലേക്കുള്ള വാല്യൂസ് എന്ന് പറഞ്ഞാൽ എന്തുവാകും, അത് നമ്മൾ ഡേറ്റ ടൈപ്സിലേക്ക് വരുമ്പോൾ നോക്കാം. അതിനു മുമ്പ് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇതിൻ്റെ സിൻറ്റാക്സ്, എന്താണൊരു സിൻറ്റാക്സ് ആൻഡ് സിമാൻറ്റിക്സ്. ഞാൻ എപ്പോഴും പ്രോഗ്രാമല്ല നിങ്ങളുടെ ജീവിതമാണ് കോഡിംഗ് എന്നുള്ളത് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. ഞാൻ അങ്ങനെ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ സിൻറ്റാക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഭാഷ എടുക്കാം, ഇംഗ്ലീഷ് ലാംഗ്വേജ് എടുക്കാം. ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കുമ്പോൾ നിങ്ങൾ ലെറ്റേഴ്സ് പഠിക്കുന്നത് കൂടാതെ എങ്ങനെയാണ് ഒരു സെൻറ്റൻസ് ഫോം ചെയ്യേണ്ടതെന്ന് പറയാറുണ്ട്. സബ്ജക്റ്റ്, വെബ്, ഓബ്ജക്റ്റ് എന്നുള്ളൊരു ഇതുണ്ട്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഫോർമേഷൻ, സെൻറ്റൻസ് ഫോം ചെയ്യണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്നുള്ളതാണ്. അത് കൂടാതെ അതിനെ സിൻറ്റാക്സ് എന്ന് വിളിക്കുക, ഫോർമേഷൻ ഓഫ് എ സെൻറ്റൻസ് അല്ലെങ്കിൽ ഫോർമേഷൻ ഓഫ് എ പ്രോഗ്രാം. സെമാൻറ്റിക്സ് എന്ന് പറയുന്ന സാധനം എന്ന് പറഞ്ഞാൽ അതിനെ മീനിങ് ഫുൾ ആക്കുക എന്നുള്ളതാണ്. എന്നുവെച്ചാൽ ക്യാറ്റ് സാറ്റ് ഓൺ എ മാറ്റിൻ്റെ പുറത്ത് പൂച്ചയിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ആർക്കും ഒരു ലോജിക്കലി നോക്കുകയാണെങ്കിൽ ഓക്കെ സമ്മതിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ മാറ്റ് സാറ്റ് ഓൺ എ ക്യാറ്റ് എന്ന് പറഞ്ഞാൽ ഇല്ലോജിക്കാണ്, അതൊരിക്കലും നോൺസെൻസ് ആണ്, ഭയങ്കര നോൺസെൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ വന്നിരുന്നു എന്ന് പറഞ്ഞ സാധനം. എന്നതുപോലെ നിങ്ങൾ എഴുതുന്ന സെൻറ്റാക്സ് ഓക്കെ, പക്ഷേ നിങ്ങൾ പറയുന്ന കാര്യം പൊട്ടത്തറാണെങ്കിൽ നിങ്ങൾ ആരും അംഗീകരിക്കത്തില്ല, മനുഷ്യന്മാർ അംഗീകരിക്കത്തില്ല. അപ്പോൾ പിന്നെ പ്രോഗ്രാമിൻ്റെ കാര്യം പറയണം. അപ്പോൾ നിങ്ങളുടെ സബ്ജക്റ്റ് പറഞ്ഞ സിൻറ്റാക്സും സിമാൻറ്റിക്സും കറക്റ്റായിരിക്കണം, എങ്കിലേ ഈ പറഞ്ഞ ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. അല്ലാതെ അതിൻ്റെ ഇടയിൽ വരുന്ന മിസ്റ്റേക്സൊക്കെ നിങ്ങളുടെ പ്രശ്നങ്ങളാണ്, അല്ലാതെ കമ്പ്യൂട്ടർ പ്രോഗ്രാമിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ ഇഷ്യൂസ് ഒന്നുമില്ല. അപ്പോൾ എങ്ങനെയാണ് ഒരു വേരിയബിളിൻ്റെ എപ്പോഴും നോക്കേണ്ടത് സിൻറ്റാക്സ് ആണ്. വാട്ട് ഈസ് എ സിൻറ്റാക്സ്, പൈത്തണിൽ എങ്ങനെ എഴുതാം, ഇതുപോലെ വേരിയബിളിനെ അതുകൊണ്ട് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിച്ചാൽ മറ്റുള്ളതിൽ പഠിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് മണ്ടത്തരമാണ്.
അങ്ങനെ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിവുകേടാണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം എല്ലാത്തിൻ്റെയും കോർ കോൺസെപ്റ്റാണ് ഈ പറഞ്ഞ സിൻറ്റാക്സും സെമാൻറ്റിക്സും ബാക്കിയുള്ള ഫങ്ഷൻസ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നതാണ്. എഴുതുന്ന രീതിക്കാണ് മാറ്റം വരുന്നത്. എന്ന് വെച്ചാൽ സിൻറ്റാക്സ് ആണ് മാറുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ഹൗ ടു ഡിഫൈൻ എ വേരിയബിൾ ഇൻ ജാവ, ഹൗ ടു ഡിഫൈൻ എ വേരിയബിൾ ഇൻ ഗോ ലാംഗ്വേജ്, അത്ര നോക്കിയാൽ മതി. ഈ പൈത്തണിൽ എങ്ങനെയാണ് വേരിയബിൾ ഡിഫൈൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നെയിം ഓഫ് ദി വേരിയബിൾ നെയിം ഈക്വൽ ടു വാല്യൂ. ഈ ഈക്വൽ ടു സൈനിൻ്റെ ഇടയിൽ സ്പേസ് വേണം നിർബന്ധമൊന്നുമില്ല. പക്ഷേ പെപ്പൈ സ്റ്റാൻഡേർഡ്, അതായത് പൈത്തൻ്റെ സ്റ്റാൻഡേർഡ് പറയുന്നത് നിങ്ങൾ എഴുതുവാണെങ്കിൽ കുറച്ച് ഭംഗിയാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കൊടുക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ കുറച്ച് സ്റ്റാൻഡേർഡ്സ് പറയുന്നത്, അതൊക്കെ നമുക്ക് ലാസ്റ്റ് റെക്കമെൻഡേഷനിൽ നോക്കാം. അപ്പം വേരിയബിളിൻ്റെ പേര് സ്പേസ് ഈക്വൽ ടു ആൻഡ് വാല്യൂ. അപ്പോൾ ഡു നോട്ട് യൂസ് സംതിങ്, എന്താവാൻ പാടില്ല, കീവേഡ്സ് ഉപയോഗിക്കാൻ പാടില്ല. അതായത് റിസർവ്ഡ് കീവേഡ്സ്, പൈത്തൻ്റെ റിസർവ്ഡ് കീവേഡ്സ് ഉപയോഗിക്കാൻ പാടില്ല. എന്ന് വെച്ചാൽ കണ്ടെത്തണ്ട നോട്ട് എന്ന് പറഞ്ഞതിനകത്ത് കളർ ചേഞ്ച് വന്നതിൻ്റെ കാരണം അത് റിസർവ്ഡ് കീവേഡ് ആയതുകൊണ്ടാണ്. ആൻഡ് പൈത്തൻ്റെ സിമ്പിൾ ആയതുകൊണ്ടാണ്. എന്നതുപോലെ നമുക്ക് കുറച്ച് കീവേഡ്സ് ഉണ്ട് പൈത്തൺ ഉപയോഗിക്കുമ്പോൾ. പൈത്തണിൽ മാറ്റി വെച്ചേക്കുന്ന കുറച്ച് കസേരകളുണ്ട്. നമ്മളൊരു ഇവൻറ്റിന് പോയി കഴിഞ്ഞാൽ ഒരു കസേരകൾ നിങ്ങളിരിക്കാൻ പാടില്ല എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. അതിന് അവർക്ക് സ്പെഷ്യൽ റൈറ്റ്സ് ഉണ്ട്. ചിലപ്പോൾ ക്യാമറമാൻ വന്നിരിക്കാനുള്ളതാവും, അല്ലെന്നുണ്ടെങ്കിൽ ആ ഇവൻറ്റ് ഓർഗനൈസ് ചെയ്യുന്ന സൗണ്ട് എഞ്ചിനീയർക്ക് ഇരിക്കാനുള്ളതാകും. കാരണം ആ സീറ്റിൽ ഇരുന്നാലേ അത് പണി നടക്കത്തുള്ളൂ. അപ്പോൾ എന്നതുപോലെ ആ വേരിയബിൾ നെയിം ഒരിക്കലും എടുക്കാൻ പാടില്ല. അപ്പം ഞാൻ ഉദാഹരണം ചെയ്യാണ്. അപ്പം നോട്ട് ഈക്വൽ ടു, ഞാനൊരു വേരിയബിളിന് പേരിടാം, നോട്ട് ഈക്വൽ ടു ഹായ്. ഞാനത് റൺ ചെയ്തു. ഓഫ് കോഴ്സ് എറർ വന്നു. ലൈൻ നമ്പർ 1 എറർ വന്നു. കാരണം പറയുന്നുണ്ടോ സിൻറ്റാക്സ് എററാണ്, ഇങ്ങനൊരു സാധനം എനിക്കറിയത്തില്ല, പൈത്തൺ പറയുന്നു. അപ്പോൾ പൈത്തൺ ഞാൻ പറയുന്നു ഓക്കെ പൈത്തണിന് വേണ്ടിയിട്ടല്ല ഞാനിത് എനിക്ക് നോട്ട് എഴുതിയത്. അപ്പോൾ അങ്ങനെ എഴുതണമെങ്കിൽ പൈത്തണോട് പറയുന്നത് ഇൻ്റർപ്രറ്റ് ചെയ്യരുത്, നിങ്ങൾക്കുള്ളതല്ല എന്ന് പറഞ്ഞു കൊടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ കമൻറ്റ് ചെയ്യാന്ന് പറയും. കമൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഹാഷ് സിമ്പൽ ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞാൽ പൈത്തൺ പറയും ഇതെൻ്റെ സാധനമല്ല. അപ്പം സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ലൈൻ ബൈ ലൈൻ എക്സിക്യൂഷൻ, ടോപ്പ് ടു ബോട്ടമാണ്, മുകളിൽ താഴേക്ക്. അപ്പം ആദ്യത്തെ ലൈനിൽ വരുന്നു ഹാഷ് കണ്ടു വിട്ടു, രണ്ടാമത്തെ ലൈനിൽ ഒന്ന് ഹാഷ് കണ്ടു വിട്ടു, അങ്ങനെ നാലാമത്തെ ലൈനിൽ വിട്ടു, അഞ്ചാമത്തെ ലൈനിൽ ഒന്നുമില്ല, ആറാമത്തെ ലൈനിൽ വന്നപ്പോൾ എക്സിക്യൂഷൻ നടക്കണം. അപ്പോൾ ഞാൻ വീണ്ടും റൺ ചെയ്യുന്നു, വിട്ടു, ആറാമത്തെ ലൈനിലെത്തി, കണ്ടോ സ്കിപ്പ് ചെയ്തു ബാക്കിയെല്ലാം. പറഞ്ഞു ഇൻഡൻറ്റേഷൻ പാടില്ല. അപ്പോൾ ഇൻഡൻറ്റേഷൻ പ്രശ്നം, കാരണം അത് ഇൻഡൻറ്റേഷൻ നമുക്ക് നോക്കണം, ഒരു സ്വീറ്റ് ഓഫ് ക്ലോഡിനകത്ത് നോക്കണം. ഇപ്പോൾ പറയുന്നു വീണ്ടും സിൻറ്റാക്സ് എറർ, ഇങ്ങനൊരു സാധനം എനിക്കറിയത്തില്ല, അല്ലെങ്കിൽ അറിയാം പക്ഷേ നിങ്ങൾ ഉപയോഗിക്കേണ്ട കാര്യമല്ല അത്, കാരണം ഇതെന്താ ഒരു റിസർവ്ഡ് കീവേഡാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, 1 എന്ന് കൊടുത്തു. ഇനി റൺ ചെയ്ത് നോക്കട്ടെ. ഓക്കെ, നെയിം എറർ ഫങ്ഷൻസ് 7ാമത്തെ ലൈനിലാണ്, എന്ന് വെച്ചാൽ 6ാമത്തെ ലൈൻ ഇപ്പോഴും ഓക്കെയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതും കമൻറ്റ് ചെയ്തു, അതും പറയുന്നു പൈത്തണിൻ്റെ അടുത്ത് ചെയ്യരുതെന്ന്, കോഡ് എക്സിക്യൂഷൻ സക്സസ്ഫുൾ. ഇങ്ങനെ ഒരു റെസ്പോൺസ് വന്നാലാണെന്ന് പറയുന്നത് നമ്മുടെ കോഡ് കംപ്ലീറ്റ് ആയി എന്ന് പറയാൻ പറ്റുന്നത്. ഓക്കെ, ഞാനെൻ്റെ സ്ക്രീൻ റെക്കോർഡാകുന്നുണ്ടെന്ന് നോക്കട്ടെ. വോയിസ് റെക്കോർഡാകുന്നുണ്ട്. ഓക്കെ, ക്യാമറ റെക്കോർഡാകുന്നുണ്ട്. സോ അപ്പോൾ നമ്മുടെ വേരിയബിൾ ഡിഫൈനേഷൻ കഴിഞ്ഞു. അപ്പോൾ വേരിയബിൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേരിയബിൾ എന്ന് പറഞ്ഞത് എ സ്പേസ് റിസർവ്ഡ് ഇൻ മെമ്മറി. അതായത് നമ്മുടെ റാൻഡം ആക്സസ് മെമ്മറിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സ്ഥലം വാങ്ങിക്കുകയാണ്. എന്ന് വെച്ചാൽ നമ്മൾ ആ മെമ്മറിക്കകത്തൊരു സ്ഥലം നമ്മൾ വാങ്ങിച്ചെടുക്കുകയാണ്. ആ വാങ്ങിച്ചതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു വാല്യൂവിനെ കൊണ്ടിടുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ നല്ല രീതിയിൽ കോഡ് എഴുതണമെന്നുണ്ടെങ്കിൽ, പെർഫോമൻസ് ഫ്രണ്ട്ലി ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അൺവാണ്ടഡ് ആയിട്ട് വേരിയബിൾസിനെ ഡിഫൈൻ ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? എന്ന് വെച്ചാൽ നിങ്ങൾ അപ്പോൾ നോട്ട് 1 കൊടുത്തു, നോട്ട് 2, നിങ്ങൾക്ക് എത്ര n നമ്പേഴ്സ് കൊടുക്കാം. പക്ഷേ കൊടുക്കുമ്പോൾ നിങ്ങളുടെ റിസോഴ്സ് അത്രമാത്രം കൺസ്യൂം ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ബിഹൈൻഡ് ദ സീൻ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇടുന്നത് പൊട്ടത്തരാവും. കാരണം എന്തൊക്കെ ചെയ്താലാണ് വണ്ടിയുടെ എഞ്ചിന് തകരാറ് പറ്റുക എന്നുള്ളത് മനസ്സിലായാലല്ല നിങ്ങൾ അതുപോലെ വണ്ടി എടുക്കത്തുള്ളൂ. എന്ന് വെച്ചാൽ ഗിയർ ഇടുമ്പം ക്ലച്ച് അമർത്താതിരുന്നത് എന്തായിരിക്കും പറ്റുക എന്നതുപോലെ ഇങ്ങനെ ചെയ്താൽ എന്തൊക്കെ കാര്യങ്ങൾ പുറകിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞതുപോലെ ഞാൻ ഈ പറഞ്ഞ ബിഹൈൻഡ് ദ സീൻ പറയുന്നത്. അപ്പോൾ അൺവാണ്ടഡായിട്ട് നിങ്ങൾ മാക്സിമം പറ്റുമെന്നുണ്ടെങ്കിൽ റീയൂസ് ചെയ്യുക. ഒരുപാട് കസേര ഇടാതെ ഓരോരുത്തർക്ക് വേണ്ട സമയത്ത് ഇങ്ങനെ അലക്കേറ്റ് ചെയ്ത് ആ സമയത്തേക്ക് മാത്രം കോൾ ചെയ്ത് പിടിച്ചിരുത്തുക. അത്രയേ ഉള്ളൂ ചെയ്യേണ്ടത്. അപ്പോൾ അത് ചെയ്യരുത്. അപ്പം മെമ്മറി ഓവർഫ്ലോ ചെയ്യരുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റിസോഴ്സ് കൺസംഷൻ ഭയങ്കരമായിട്ട് ബാധിക്കും. ഓക്കെ, രണ്ടാമത്തെ കേസ് നമ്മൾ വേരിയബിൾ ഡെഫിനിഷൻ കഴിഞ്ഞു. അതിന് ശേഷം നെക്സ്റ്റ് വരുന്നതാണ് ഫങ്ഷൻസ്. അപ്പോൾ അതിനകത്ത് നോക്കേണ്ടതെന്ന് വെച്ചാൽ ഇൻബിൽറ്റ് ഫങ്ഷൻസ് എന്നതാണ് നമുക്ക് പ്രധാനമായിട്ട് നോക്കേണ്ടത്. അതിനകത്തെന്ന് വെച്ചാൽ നമ്മളൊരു ഫോൺ വാങ്ങിക്കുന്നു. ആ ഫോൺ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആപ്ലിക്കേഷൻസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ കുറേ കിട്ടും. കാൽക്കുലേറ്റർ കിട്ടും, കലണ്ടർ കിട്ടും, മാപ്സ്, അത് ഇതൊക്കെ. ആൻഡ്രോയിഡൊക്കെ ആണെങ്കിൽ ആ ആൻഡ്രോയിഡിൻ്റെ സ്പെസിഫിക് ആപ്ലിക്കേഷൻസ് ഉണ്ടാവും. അതൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫോൺ വാങ്ങിച്ച് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഫോൺ വാങ്ങിച്ചാൽ കിട്ടുന്ന സാധനങ്ങളൊക്കെയാണ്. അതല്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം,
വേറെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയി ആപ്ലിക്കേഷൻ, അതിനെ നമ്മൾ എന്ത് ചെയ്യും, കസ്റ്റം ഫങ്ഷൻസ് വിളിക്കാം. ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് ഫങ്ഷനാലിറ്റി ഉണ്ടാവും. അതൊന്നായിരിക്കും, ഒരു പർപ്പസ് ആയിരിക്കും. അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ അറ്റ് ദി എൻഡ് വരുന്നത് ഒരു കാരണത്തിന് വേണ്ടിയിട്ടായിരിക്കും ആ ഫംഗ്ഷൻ റൺ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഒരു ഫംഗ്ഷനിൽ ഒരു ഫങ്ഷനാലിറ്റിയെ പാടുള്ളൂ. അത് സോളിഡ് പ്രിൻസിപ്പിളിൻ്റെ ഒരു ഇതാണ് എന്ന് വെച്ചാൽ ക്രൈറ്റീരിയ ആണ്. സോളിഡൊക്കെ വരുന്നത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിലേക്ക് വരുമ്പോൾ നമുക്ക് സോളിഡൊക്കെ നോക്കാം. അപ്പോൾ ഒരു സ്പെസിഫിക് കാര്യത്തിന്, ഫോർ എക്സാമ്പിൾ ഒരു ഫോൺ വാങ്ങിച്ചത് ഫോൺ വിളിക്കലാണ് പ്രൈമറി പർപ്പസ്, അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാൻ ക്യാമറ വാങ്ങിച്ച് വെച്ചേക്കുന്നത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നതുപോലെ ഒരു ഫംഗ്ഷനാലിറ്റി ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഉള്ള ഇൻബിൽറ്റ് ഫംഗ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കണം. അപ്പോൾ ഫംഗ്ഷൻസ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് വെച്ചാൽ, കോൾ ചെയ്യാന്ന് വെച്ചാൽ ഡെഫിനിഷനിലേക്ക് നമുക്ക് അടുത്തേക്ക് വരാം. ജസ്റ്റ് കോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫംഗ്ഷൻ നെയിം ഈക്വൽ പിന്നെ എന്ത് ചെയ്യും, ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് പാരാന്തസിസ്. ഇങ്ങനെ കഴിഞ്ഞാൽ ഫംഗ്ഷൻ കഴിഞ്ഞു. നമ്മൾ f(x) ഒക്കെ പഠിച്ചിട്ടില്ലേ മാത്തമാറ്റിക്സിലെ, സെയിം സാധനം. എഫ് എന്ന് പറഞ്ഞത് ഫംഗ്ഷൻ്റെ പേരാണ്, എക്സ് എന്ന് പറഞ്ഞാൽ അതിലേക്ക് കൊടുക്കുന്ന പാരാമീറ്ററാണ്, വാല്യൂ. എന്ന് വെച്ചാൽ ഫോണിലേക്ക് കൊടുക്കുന്ന നമ്പർ ഫീഡ് ചെയ്യുമ്പോഴാണ് കോൾ പോകുന്നത്. നമ്പർ കൊടുക്കുന്നതാണ് പാരാമീറ്റർ, ഫോണാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് കോൾ. അപ്പം നമുക്ക് ഇൻബിൽറ്റ് ഫംഗ്ഷൻസ് ഏതൊക്കെ നോക്കാം. ഒന്ന് പ്രിൻറ്റ്, എന്നുവെച്ചാൽ ടു സീ ദി എക്സിക്യൂഷൻ ഔട്ട്പുട്ട് ടു ദി സ്ക്രീൻ ഓർ ദി കൺസോൾ. നമ്മുടെ സ്ക്രീനിലേക്കോ കൺസോളിലേക്കോ നമ്മൾ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് കാണാൻ എന്താണോ അത് സംഭവിച്ചത്, ആ സംഭവിച്ച എക്സിക്യൂഷൻ്റെ റിസൾട്ട് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രിൻ്റ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞത് ലെങ്ത്, ടു ഫൈൻഡ് ദ നമ്പർ ഓഫ് എലമെൻറ്റ്സോ അല്ലെങ്കിൽ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഇൻ എ ഡേറ്റ ടൈപ്പ്. ലെങ്ത് ഉപയോഗിക്കാം. ഇത് സാധാരണ ഉപയോഗിക്കുന്നത് വെച്ചാൽ എത്ര പേര് നമ്മുടെ ക്ലാസ് പഠിക്കുന്നുണ്ട്, എത്ര പേര് നമ്മളുടെ രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ നോക്കുന്നതാണ് ലെങ്ത്. മൂന്നാമത്തെ റേഞ്ച് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ, നമുക്ക് ഒരു 10 പേരുള്ള ഒരു സീക്വൻസ് ഉണ്ടാക്കണമെങ്കിൽ, ഒരു ലിസ്റ്റ് ഉണ്ടാക്കണമെങ്കിൽ ഈ പറഞ്ഞ പോലെ റേഞ്ച് ഫംഗ്ഷൻ ഉപയോഗിക്കാം. അതൊക്കെ നമുക്ക് ലൂപ്പിലേക്ക് വരുമ്പോൾ ചെയ്യാം. പിന്നുള്ളതാണ് ഇൻപുട്ട് എന്ന് പറയുന്നത്. ഫംഗ്ഷൻസ് എഴുതുമ്പോൾ നോക്കണം, ഫംഗ്ഷൻ്റെ പേര് സ്പേസ് ഒന്നും ഇടരുത്, ഒരു ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് ബ്രാക്കറ്റ്സ്. 5 മിനിറ്റായി. അതിനുശേഷം ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ടു ഗെറ്റ് ദി യൂസർ ഇൻപുട്ട് ഫ്രം ദി കീബോർഡ്. പുറത്തുനിന്ന് ഒരു യൂസറിൻ്റെ കയ്യിൽ നിന്ന് ഒരു ഇൻപുട്ട് വാങ്ങിക്കുക. എന്ന് വെച്ചാൽ ഡു യു വാണ്ട് ടു കണ്ടിന്യൂ, യെസ് ഓർ നോ, ഡു യു അക്സെപ്റ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ്, യെസ് ഓർ നോ, ഡു യു അഗ്രി എന്നൊക്കെ ചോദിക്കുന്നത് ഒരു റിസൾട്ട്, ഒരു ആക്ഷൻ എടുക്കാൻ, അല്ലെങ്കിൽ ഞാൻ അപ്രൂവ് ചെയ്യുമോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സിക്യൂഷൻ. അതേപോലൊക്കെ യൂസറിൻ്റെ ഡേറ്റ എൻട്രി ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് യൂസർ ഇൻപുട്ട് എടുക്കുന്നത്. പിന്നുള്ളതാണ് നമ്മൾ ടൈപ്പ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫംഗ്ഷനാണ്. ടു ഫൈൻഡ് ദ ടൈപ്പ് ഓഫ് ഡേറ്റ ടൈപ്പ്, ഡേറ്റ ടൈപ്പ്. നമ്മളിപ്പോൾ അടുത്തിലേക്ക് പോകാൻ പോകണം. ഡേറ്റ ടൈപ്പ് എന്താണെന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ടൈപ്പ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ f(y)(x) പഠിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ ഫംഗ്ഷൻ്റെ അകത്തേക്ക് ഒരു ഫംഗ്ഷൻ കൊടുക്കുക എന്ന് പറഞ്ഞത്. എന്നുവെച്ചാൽ ഈ ഫംഗ്ഷൻ്റെ എക്സിക്യൂഷൻ ഇന്നർ ഫംഗ്ഷൻ, അതായത് y(x) എന്ന് പറഞ്ഞത് ഒരു ഇന്നർ ഫംഗ്ഷനും f(x) എന്ന് പറഞ്ഞത് ഔട്ടർ ഫംഗ്ഷനുമാണ്. ഓക്കെ, എന്നുവെച്ചാൽ ഇന്നർ ഫംഗ്ഷൻ്റെ എക്സിക്യൂഷൻ ഔട്ടർ ഫംഗ്ഷനിലേക്ക് കൊടുക്കും. എന്നുവെച്ചാൽ ആദ്യം എക്സിക്യൂട്ട് ആവുന്നത് അകത്തായിരിക്കും. ഓക്കെ, എനിക്കിപ്പം ചെയ്യുന്നത് വെച്ചാൽ വീണ്ടും റൺ ചെയ്യുമ്പോൾ എറർ വരും. കാരണം എന്ന് വെച്ചാൽ 8ാമത്തെ ലൈൻ തൊട്ട് തുടങ്ങുകയാണ്. കാരണം ഇതൊന്നും പൈത്തൺ അറിയത്തില്ല. അപ്പോൾ ഞാനിത് എനിക്ക് ഈ പറഞ്ഞതുപോലെ ഓരോ ലൈനിലും ഇങ്ങനെ ഹാഷ് ഇട്ട് കൊടുക്കുന്നതിന് പറഞ്ഞാൽ ഞാനിപ്പോൾ ചെയ്യുന്നത് വെച്ചാൽ ഇത് സെലക്ട് ചെയ്യുന്നു, കൺട്രോൾ/ കൊടുത്ത് ഞാൻ കമൻറ്റ് ചെയ്യാം. പക്ഷേ ഏറ്റവും ബെസ്റ്റ് പ്രാക്ടീസ് ഇങ്ങനെ ഒരുപാട് നോട്ട് എഴുതുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഏതെങ്കിലും ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ട്രിപ്പിൾ കോട്ട് കൊടുക്കാം. 1 2 3 കേട്ടോ. ഇവിടെ 3 തൊട്ട് തുടങ്ങി 3 കൊണ്ട് എൻഡ് ചെയ്തു. ഇതാണ് ബെസ്റ്റ് പ്രാക്ടീസ്. നോട്ട്, ഡിസ്ക്രിപ്ഷൻ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, എപ്പോഴും ഒരു പ്രോഗ്രാം എഴുതുമ്പോൾ അടുത്ത ഒരാൾ വന്ന് നിങ്ങൾ റീപ്ലേസ് ചെയ്യുന്നു മനസ്സിലാക്കുക. നിങ്ങളെപ്പോഴും ഒരു കമ്പനി വർക്ക് ചെയ്തില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, അടുത്ത ആൾ വരുമ്പോൾ നിങ്ങളുടെ സഹായം ഇല്ലെങ്കിലും അയാൾക്ക് ആ കോഡ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റണം, ഇൻ്റർപ്രിറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ആ കോഡിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുക. എന്തിനാണ് ഈ കോഡ് ഞാൻ എഴുതിയത്, ഈ സമയത്ത് എന്തിനാണ് ഞാൻ ഈ കോഡ് ഈ ലൈനിൽ എഴുതിയത്, ഈ കോഡിൻ്റെ ഉപയോഗം എന്താണ്, ഈ കോഡ് ഈ എന്തൊക്കെ കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുക എന്ന് വെച്ചാൽ കുറേ ഡിസ്ക്രിപ്ഷൻ, എന്തിനാണ് ഈ സാധനം ചെയ്തത്, അത്രമാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ട്രിപ്പിൾ കോട്ട് ഉപയോഗിക്കണം. അത് ഭയങ്കര നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. കാരണം എപ്പോഴും കോഡ് എഴുതുമ്പോൾ അത് ഡിസ്ക്രിപ്റ്റീവ് ആവണം. ഈവൻ വേരിയബിളിൻ്റെ പേരിടുവാണെങ്കിൽ ഡിസ്ക്രിപ്റ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ ചുമ്മാ ഒരു വേരിയബിൾ ഉണ്ടാക്കാതെ, വാർന്നൊരു വേരിയബിൾ ഇടാതെ നിങ്ങൾ പറയണം ഏറ്റവും ബെറ്റർ. ഇപ്പം പേരാണെങ്കിൽ നെയിം ഓഫ് ദി യൂസർ. എപ്പോഴും നോക്കേണ്ടത്, നിങ്ങൾക്ക് ഒരു വലിയൊരു ഡിസ്ക്രിപ്റ്റീവ് ഫോം ആണെങ്കിൽ എപ്പോഴും അതിൻ്റെ വാക്കുകൾ കേട്ടോ,
വാക്കുകളെ തമ്മിൽ അണ്ടർസ്കോർ കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അല്ലാതെ നിങ്ങൾ ചുമ്മാ ഇങ്ങനെ നെയിം ഓഫ് ദി യൂസർ എന്ന് എഴുതി കഴിഞ്ഞാൽ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാലുള്ള പ്രശ്നം അത് നാല് വേരിയബിളായി പോകും. സ്പേസ് ഇട്ട് അപ്പം പൈത്തൺ അറിയേണ്ട, പൈത്തൺ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. പൈത്തൺ എന്താണോ ഇൻ്റർപ്രറ്റ് ചെയ്താൽ 22-ലുണ്ടാവും. ഇത് പറഞ്ഞ രണ്ടാമത്തത് മനസ്സിലായിട്ടില്ല, അത് അങ്ങനെ എഴുതാൻ പാടില്ല. അപ്പോൾ എന്ത് ചെയ്യും, ഡിസ്ക്രിപ്റ്റീവ് ആക്കണമെങ്കിൽ യു ഹാവ് ടു ഗീവ് അണ്ടർസ്കോർ ഇൻ ബിറ്റ്വീൻ ദ വേർഡ്സ്. അപ്പം നമ്മൾ വേരിയബിൾ ഡിഫൈൻ ചെയ്തു, ഫംഗ്ഷൻസ്. അപ്പം നമ്മൾ ഇൻബിൽറ്റ് ഫംഗ്ഷൻസിലേക്ക് വന്നു. ഫംഗ്ഷൻസ് അപ്പം നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നെയിം എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഞാൻ ഉണ്ടാക്കി. ഓക്കെ, ഒരു കസേര വാങ്ങിച്ചിട്ടു. എന്നിട്ട് ഞാൻ പറയുകയാണ് എനിക്ക് കാണണം ഇത് എന്ത് തരം ഡേറ്റ ടൈപ്പാണെന്ന്. അപ്പോൾ നമ്മൾ ഡേറ്റ ടൈപ്സിനെ കുറിച്ച് നോക്കും. പൈത്തണിൽ 4 ഡേറ്റ ടൈപ്സാണ് സപ്പോർട്ട് ചെയ്യുന്നത്. 2 തരം ഡേറ്റ ടൈപ്പ്, ഒന്ന് പ്രിമിറ്റീവ് ഉണ്ട്, രണ്ടാമത്തത് നോൺ പ്രിമിറ്റീവ്. ഓക്കെ, പ്രിമിറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാത്തിൻ്റെ ഫൗണ്ടേഷനാണ്. അതുണ്ടെങ്കിലേ മറ്റുള്ളത് നടക്കുള്ളൂ. എന്ന് വെച്ചാൽ ഇത് മറന്നാൽ മറ്റേത് പോയി, അടുത്ത് പോയി. നോൺ പ്രിമിറ്റീവ് പോയി എന്ന് വെച്ചാൽ എല്ലാത്തിൻ്റെയും അകത്ത് ഉപയോഗിക്കുന്ന സാധനമാണ് പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്സ്. അതിനകത്ത് 1 സ്ട്രിങ് ആണ്, 2 ഇൻറ്റിജറാണ്, 3 ഫ്ലോട്ടാണ്, 4 ബൂളിയനാണ്. 4 സാധനം തീർന്നു, പരിപാടി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നോൺ പ്രിമിറ്റീവിലേക്ക് വരാം, അത് കുറച്ച് അഡ്വാൻസ്ഡ് ആണ്, അതിലേക്ക് വരാം. അപ്പോൾ പ്രിമിറ്റീവ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്ട്രിങ് ആണ്. സ്ട്രിങ്ങിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിംഗിൾ, ഡബിൾ ഓർ ട്രിപ്പിൾ കോട്ട്സ്. ഇപ്പോൾ നമ്മളിവിടെ ഓൾറെഡി ട്രിപ്പിൾ കോട്ട് ഇട്ട് കൊടുത്തു. അതുകൊണ്ടാണ് ഈ പറഞ്ഞ ഇൻ്റർപ്രിറ്റേഷൻ നടക്കാതെ പോയത്. കാരണം അത് പൈത്തൺ മനസ്സിലാക്കി ഓക്കെ എനിക്ക് വേണ്ടിയിട്ടുള്ളതല്ല, കമൻറ്റ് ചെയ്തതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ പോലെ കോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ എന്ത് ചെയ്യുന്നു, പൈത്തണിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ അബു ഹാരിസൺ ഡിഫൈൻ ചെയ്തപ്പോൾ സിംഗിൾ കോട്ട് ഇട്ട് കൊടുത്തത്, അല്ല ഡബിൾ കോട്ട് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു കോട്ടം കളഞ്ഞു. പൈത്തൺ എന്താ പറയാൻ നോക്കട്ടെ. 21 ലൈനിൽ പ്രശ്നമുണ്ട്. ഇവിടെ എല്ലാം പ്രശ്നമുണ്ട്. കണ്ടോ, നിങ്ങൾക്ക് അതെല്ലാം ഇതറിയാം, ഇത് പ്രശ്നമുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് എറർ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൈത്തൺ ടോപ്പ് ടു ബോട്ടമാണ്. മുകളിൽ നിന്ന് വരുന്നു, ഇവിടെ പ്രശ്നം ഉണ്ടെങ്കിൽ ഇവിടെ നിർന്നു, വിൻഡോ കൊണ്ട് പോകത്തില്ല. കാരണം ഇത് കമ്പൈലർ ലാംഗ്വേജ് അല്ല, സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. അപ്പോൾ ഇവിടെ പ്രശ്നം ഉണ്ടെങ്കിൽ ഇത് പരിഹരിച്ചിട്ടേ ഇനി ഞങ്ങൾ മുന്നോട്ട് പോകത്തുള്ളൂ. സോ സിൻടാക്സ് എറർ പ്രോബ്ലം ഉണ്ടായി. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ പ്രശ്നം പരിഹരിക്കുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, സിംഗിൾ കോട്ട് ഇട്ട് കൊടുത്തു. തുടങ്ങിയത് ഡബിൾ വെച്ച്, എൻ്റെ ചെയ്യുന്നത് സിംഗിൾ വെച്ച്. വീണ്ടും പറയുന്നു സിൻടാക്സ് ഇത് എനിക്കറിയത്, ഇങ്ങനെ പറയരുത്. കാരണം ടെർമിനേറ്റ് ചെയ്ത് തുടങ്ങുന്നുണ്ടെങ്കിൽ അത് വെച്ച് തന്നെ തുടങ്ങണം. നിർത്തുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഒരേപോലുള്ള സിമ്പിൾസ് ഉപയോഗിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ള സിമ്പിൾസ് ഉപയോഗിക്കുക. ഇപ്പോൾ ലൈൻ 23 ഇഷ്യൂ, കാരണം ഇത് പൈത്തൺ അറിയത്തില്ല. സോ അത് ഞാൻ കമൻറ്റ് ചെയ്തു. സോ കോഡ് എക്സിക്യൂഷൻ സക്സസ്ഫുൾ. കാരണം ഇതൊക്കെ ഉണ്ടോ, അതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തു. കാരണം അത് പൈത്തൻ്റെ സിൻടാക്സിനുള്ളതാണ്, സ്ട്രിങ് ആക്കുക എന്നുള്ളത്. രണ്ടാമത്തെ കേസ് അപ്പോൾ നമുക്ക് മനസ്സിലാക്കണം, ഇത് നമ്മൾ സ്ട്രിങ് ആണെന്ന് പൈത്തൺ ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മുടെ അടുത്ത് സ്ട്രിങ് ആണോ എക്സിക്യൂഷൻ ആണോ, നമുക്കൊന്ന് ചോദിക്കണ്ടേ എന്താണിത്, എന്തരം ഡേറ്റ ടൈപ്പ്. അതാണ് ഞാൻ പറഞ്ഞത്, ടു ഫൈൻഡ് ദ ടൈപ്പ് ഓഫ് ഡേറ്റ വി നീഡ് ടു സീ. അപ്പോൾ ഞാൻ നെയിം എന്ന് പറഞ്ഞ വേരിയബിളിലൊരു സാധനം കിടപ്പുണ്ട്. എനിക്കറിയണം ആ നെയിം വേരിയബിളിൽ ആ മെമ്മറി ലൊക്കേഷനിൽ കിടക്കുന്ന ഡേറ്റയുടെ ടൈപ്പ് എന്താണ്, നമ്മുടെ പ്രിമിറ്റീവ് ടൈപ്സിൽ ഏതാണ് ആ ടൈപ്പ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ വേരിയബിളിൻ്റെ നെയിം പാസ് ചെയ്തു. എന്നിട്ട് ഞാൻ പറയുന്നു എക്സിക്യൂട്ട് ചെയ്യും. എപ്പോഴും പൈത്തൺ എക്സിക്യൂട്ട് ചെയ്തു, പക്ഷേ ഞാൻ കണ്ടില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറയുന്നു പ്രിൻറ്റ് ഫംഗ്ഷൻ, ടു സീ സംതിങ് ഔട്ട് ടു ദ സ്ക്രീൻ വി നീഡ് ടു യൂസ് പ്രിൻറ്റ്. അപ്പോൾ നേരത്തെ പറഞ്ഞ സെയിം സാധനം, ഇന്നർ ഫങ്ഷൻസ്, ഫങ്ഷൻ വിത്തിൻ എ ഫങ്ഷൻ. അപ്പോൾ ഞാൻ ടൈപ്പ് എന്ന് പറഞ്ഞത് ഇന്നർ ഫങ്ഷനാണ്, അതിൻ്റെ എക്സിക്യൂഷനാണ് ഈ പറഞ്ഞ നടക്കുന്നത്. ആ എക്സിക്യൂഷൻ നടന്നതിന് ശേഷം യു ക്യാൻ സീ ഇറ്റ്. അപ്പോൾ ഈ സമയത്ത് എന്ത് ചെയ്തു, സ്ട്രിങ് ആണെന്ന് പറഞ്ഞു, STR എന്ന് പറഞ്ഞാൽ സ്ട്രിങ് ആണെന്നാണ്. അപ്പോൾ ഞാനിത് മാറ്റി കൊടുക്കുന്നു. നേരത്തെ പറഞ്ഞ സ്ട്രിങ് കഴിഞ്ഞു. അപ്പോൾ സ്ട്രിങ്ങിൻ്റെ റെപ്രസെൻറ്റേഷൻ ഡബിൾ ആവാം, ട്രിപ്പിളും ആവാം, സിംഗിളും ആവാം, ഏതായാലും കുഴപ്പമില്ല, പക്ഷേ സ്ട്രിങ് ആണ്. അപ്പോൾ ഞാൻ രണ്ടാമത്തെ ടൈപ്പിലേക്ക് പോകുന്നു, നമ്പർ കൊടുത്തു. അപ്പോൾ ഞാൻ മാറ്റുന്നില്ല ഇതിനകത്ത്. അപ്പോൾ പറയുന്നത് ഇൻറ്റിജറാണ്. ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് നെഗറ്റീവ് നമ്പർ വിത്ത് 0, ഏതും ആവാം. 0 ഓർ പോസിറ്റീവ് നമ്പറിനെല്ലാം ഇൻറ്റിജറാണ് അറിയപ്പെടുന്നത്. -20 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻറ്റിജറാണ്. പിന്നെ 2.0 ഫ്ലോട്ടാണ്, എന്ന് വെച്ചാൽ ഡെസിമൽ വാല്യൂസ് ഉള്ള എന്തും ഫ്ലോട്ടാണ്. അത് ബൂളിയൻ എന്ന് പറഞ്ഞാൽ ട്രൂ ഓർ ഫോൾസ്, 2 വാല്യൂ ഉണ്ടാവുള്ളൂ, 0 ഓർ 1 ബൂളിയനാണ്. 0 എന്താണ് റെപ്രസെൻ്റ് എന്ന് നോക്കാം. 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇൻറ്റിജറാണ്. പക്ഷേ അതിൻ്റെ എക്സിക്യൂഷൻ റിസൾട്ട് ട്രൂ ഓർ ഫോൾസ് എന്ന് പറഞ്ഞാൽ T ക്യാപിറ്റലും F ക്യാപിറ്റലും കൊടുത്താലേ മാത്രമേ അത് ബൂളിയനായിട്ട് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അല്ലാതെ നമ്മൾ ഈ പറഞ്ഞ F ക്യാപിറ്റൽ സ്മോൾ ലെറ്റർ കൊടുത്തു കഴിഞ്ഞാൽ അത് കളർ മാറിയുണ്ടാവും, ഐഡൻറ്റിഫൈ ചെയ്യത്തില്ല, അപ്പോൾ എറർ വരും. സോ ദ ഫോൾസ് ഇസ് നോട്ടിഫൈ. ഇതെനിക്ക് അറിയത്തില്ല, ഇതെൻ്റെ ഇതിനകത്തുള്ളതല്ല. നിങ്ങൾ മീൻ ചെയ്ത് FALC F ക്യാപിറ്റലാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം 4 തരം ഡേറ്റ ടൈപ്പുകൾ വളരെ സിമ്പിളാണ്. പക്ഷേ ഇത് ഞാൻ പഠിപ്പിക്കില്ലല്ലോ ഉദ്ദേശം, ഇത് വെച്ച് നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യണം. ഓക്കെ, രണ്ടാമത്തെ കേസ് ഞാൻ നോക്കുന്നത് ഇഫ് എൽ സ്റ്റേറ്റ്മെൻറ്റ്, കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്. കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കണ്ടീഷൻ ബേസ് ചെയ്തിട്ടായിരിക്കും.
എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ ഡു യു വാണ്ട് ടു കണ്ടിന്യൂ, യെസ് ഓർ നോ, രണ്ട് ഉത്തരവേ ഉള്ളൂ. അതിനകത്ത് മേ ബി എന്ന് പറഞ്ഞ ഉത്തരവൊന്നുമില്ല. ഡു യു അഗ്രി വിത്ത് സ്റ്റേറ്റ്മെൻറ്റ്, യെസ് ഓർ നോ, നിങ്ങൾക്ക് ഇരിക്കാൻ റെഡിയാണോ, താല്പര്യമുണ്ടോ ഇല്ലയോ, പഠിക്കണോ വേണ്ടേ. അല്ലാതെ ഞാൻ പറഞ്ഞ മൂന്നാമത്തെ ഗ്രേ ഷെയ്ഡൊന്നുമില്ല. ഓൺലി പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. എന്നാൽ ഡിജിറ്റലാണ് 0 or 1, യെസ് ഓർ നോ, ഓൺ ഓർ ഓഫ്, രണ്ട് പൊസിഷനുള്ളൂ കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പം കണ്ടീഷൻസ് എഴുതുമ്പോൾ നമ്മളെപ്പോഴും നോക്കേണ്ടത് ഒരു കണ്ടീഷനിലേക്ക് എത്തിക്കുക, ഒരു ബൂളിയനിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പോൾ കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സിൻറ്റാക്സ് എന്ന് പറഞ്ഞത്, കണ്ടീഷൻ എഴുതുന്നത് ഇഫ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കീവേഡ് ഉണ്ട്. കണ്ട കീവേഡ് എല്ലാം ഒരു കളർ ചേഞ്ച് ഉണ്ടാവും. പിന്നെ അതിന് ശേഷം പറയുന്നതാണ് കണ്ടീഷൻ. അപ്പോൾ ഒന്നുകൂടെ എഴുതാം. ഇഫ് എന്ന് പറഞ്ഞാൽ കീവേഡ്, അതിന് ശേഷം ഒരു കണ്ടീഷൻ എഴുതണം, അതിനെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ടൊരു കോളൻ വേണം. അപ്പോൾ ഇതിനെ സ്വീറ്റ് ഓഫ് കോഡ് എന്നാണ് വിളിക്കുക. സ്വീറ്റ് ഓഫ് കോഡ് ഓർ ബ്ലോക്ക് എന്ന് വെച്ചാൽ സ്വീറ്റ് ഓഫ് കോഡ് അല്ലെങ്കിൽ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഒരു മറ്റുള്ള ലാംഗ്വേജസിന് നമുക്കറിയാം. ജാവയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള കേർലി ബ്രേസും വൃത്തികെട്ട കുറേ സിൻറ്റാക്സ് ഉണ്ടാവും. ഇങ്ങനെ കുത്ത്, കോമ, കോളൻ, അത് ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എവിടെ തുടങ്ങി എവിടെ അവസാനിച്ചു, എവിടെ ബ്രാക്കറ്റ് ഇട്ടു, അങ്ങനെയുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാകുന്ന ഒരു സാധനമാണ് ബാക്കിയുള്ള. അതുകൊണ്ടാണ് പൈത്തൺ എന്തുകൊണ്ട് എളുപ്പമാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൈത്തൻ്റെ സിൻറ്റാക്സ് തന്നെയാണ് ഭയങ്കര സിമ്പിൾ. എന്ന് വെച്ചാൽ മനുഷ്യനെ റീഡ് ചെയ്യാൻ പറ്റുന്ന, മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിലുള്ള സിൻറ്റാക്സ് ആണ് പൈത്തൺ ഉപയോഗിക്കുന്നത്. അപ്പം ഈ സ്വീറ്റ് എഴുതി കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ സ്വീറ്റ് ബ്ലോക്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കാണാൻ പോകുന്ന ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്, കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഒരു സ്വീറ്റാണ്, ലൂപ്സ് ഒരു സ്വീറ്റാണ്, ഫങ്ഷൻസ് ഒരു സ്വീറ്റാണ്, ക്ലാസ്സസ് ഒരു സ്വീറ്റാണ്, എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് ഒരു സ്വീറ്റാണ്, അതേപോലെ ഫയൽ മാനേജ്മെൻറ്റ് ഒരു സ്വീറ്റാണ്. എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സാധനങ്ങൾ എഴുതുമ്പോഴെല്ലാം ഇത് കാണാൻ പിടിക്കാമെന്നുള്ളൂ. ലൂപ്പ് എഴുതുമ്പം കോളൻ ഇട്ട് നിർത്തണം, അതൊക്കെ കിട്ടും. അല്ലെന്നുണ്ടെങ്കിൽ പൈത്തൺ തന്നെ പറയും നിങ്ങൾ സിൻറ്റാക്സ്. ഇപ്പോൾ ഞാൻ പറയാം, ഇവിടെ ഒരു സാധനം എഴുതി കഴിഞ്ഞാൽ പൈത്തൺ തന്നെ പറയും ഇറ്റ് ഈസ് റോങ് ഉണ്ടോ, സിൻറ്റാക്സ് എക്സ്പെക്റ്റഡ് എ കോളൻ. ഇങ്ങനെ പറയുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് മിസ്സായി കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ഇട്ട് കൊടുത്തു. അപ്പോൾ പറയുന്നു ഇൻറ്റൻറ്റേഷൻ എറർ. കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടുത്ത് നെക്സ്റ്റ് ഒരു ബ്ലോക്ക് അല്ലെങ്കിൽ സ്വീറ്റ് എഴുതുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ മറ്റേ ജാവ പ്രോഗ്രാമിംഗ് ഒക്കെ എഴുതുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ, ഒരു കോഡ് എഴുതി ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇട്ട് കൊടുക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് ഈ പറഞ്ഞ കേർലി ബ്രേസസ് എന്ന് പറഞ്ഞാൽ. ബാക്കിയുള്ള സാധനങ്ങൾ മുഴുവൻ അതിനകത്തേക്ക്, അത് നിങ്ങളിപ്പോൾ ഇവിടെ എഴുതി അടുത്ത ലൈൻ ഇച്ചിരി ഇങ്ങോട്ട് നീക്കി എഴുതിയാലും ഒരു കുഴപ്പമില്ല. കാരണം എല്ലാം ഇതിനകത്ത് വരുന്നതുകൊണ്ട് ആ ഒബ്ജക്റ്റായിട്ട് എടുക്കാറുള്ളൂ. പക്ഷേ എന്നാൽ പൈത്തനകത്ത് അത്രയും കോംപ്ലക്സ് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ എന്തെഴുതിയാലും ഒരേ ഇൻറ്റൻറ്റേഷൻ എന്നാൽ ഒരേ ലൈനിൽ നിൽക്കണം. എന്നാൽ മറ്റേ ലൈനിൻ്റെ കൂടെ ചേരാനും പാടില്ല. അപ്പോൾ ഞാൻ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇൻറ്റൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ 4 സ്പേസസ് തരുന്നുണ്ട്. അതാണ് പൈത്തണിൻ്റെ പെപ്പൈറ്റ് സ്റ്റാൻഡേർഡ്സ് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ 4 സ്പേസ് ഓട്ടോമാറ്റിക്കലി ടാബ് ചെയ്തിട്ടാണ് ഈ പറഞ്ഞ സ്പേസ്. എന്ന് വെച്ചാൽ ഇഫിൻ്റെ കൂടെ നിൽക്കുന്നില്ല, അതിൽ നിന്ന് ഒരു ലൈനെങ്കിലും മാറിയാൽ മതി. ഇവിടെ നിന്ന് എഴുതാനും കുഴപ്പമില്ല, ഇവിടെ എഴുതാനും കുഴപ്പമില്ല. പക്ഷേ എന്നാൽ ഇവിടെ എഴുതാൻ പാടില്ല. ഉദാഹരണം ഞാൻ ഇവിടെ എന്നിട്ട് പ്രിൻ്റ് ടൈപ്പ് ചെയ്യണം. ഇവിടെ പ്രിൻറ്റ് ഫംഗ്ഷൻ എഴുതി. അപ്പോൾ പറയുന്നു എക്സ്പെക്റ്റഡ് ആൻഡ് ഇൻറ്റൻറ്റ് ബ്ലോക്ക് ഇൻറ്റൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു സ്പേസ് ഇട്ട് കൊടുത്തു. അപ്പോൾ ഓക്കെയാണ്. കണ്ടീഷൻ ഇസ് നോട്ട് ഡിഫൈൻഡ്. അത് ഇപ്പോൾ ഞാൻ ഈ കണ്ടീഷൻ എഴുതാത്തതുകൊണ്ടാണ്. അപ്പോൾ എന്ന് വെച്ചാൽ എറർ ഇവിടുത്തെ ഈ ഒരു കണ്ടീഷൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് ടാബ് ഇട്ട് കൊടുത്താലോ അതും കുഴപ്പമില്ല, കാരണം എല്ലാം ആ ബ്ലോക്കിനകത്താണ്. അപ്പോൾ എന്ന് വെച്ചാൽ ഒരിക്കലും ഈ ലൈനിലേക്ക് നിങ്ങൾ ഒരിക്കലും കൊണ്ടിടരുത്. എന്ന് വെച്ചാൽ ഒരു സ്വീറ്റ് ഓഫ് കോഡ് തുടങ്ങിക്കഴിഞ്ഞാൽ അതിന് സെയിം ഇൻറ്റൻറ്റേഷനിൽ ഒരിക്കലും എഴുതാൻ പാടില്ല. അതിനെ കുറച്ചൊന്ന് മാറ്റി എഴുതണം. അതിൻ്റെ റെക്കമെൻഡഡ് സ്പേസ് എന്ന് പറഞ്ഞാൽ 4 സ്പേസസ് ആണ്. അപ്പം അത് വേണമെങ്കിൽ നിങ്ങൾക്ക് എഡിറ്ററിനകത്ത് വേണമെങ്കിൽ കോൺഫിഗർ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഞാൻ കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഞാനിപ്പോൾ ഒന്നും കൊടുക്കുന്നില്ല. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഇവിടെ പാസ് എന്ന് വെച്ചാൽ നമ്മളൊരു ഡെഫിനിഷൻ, ഒരു ബ്ലോക്ക് ഓഫ് കോഡ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റെങ്കിലും അറ്റ്ലീസ്റ്റ് വൺ സ്റ്റേറ്റ്മെൻറ്റെങ്കിലും എഴുതി നിർത്തണം എന്നുള്ളതാണ് കണ്ടീഷൻ. ഫോർ എക്സാമ്പിൾ 1 <2 എന്നൊരു കണ്ടീഷനാണ്. ഞാൻ ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയില്ല എങ്കിൽ പൈത്തൺ പറയും എക്സ്പെക്റ്റഡ് ആൻഡ് ഇൻ ബ്ലോക്ക് ആഫ്റ്റർ. എന്ന് വെച്ചാൽ ഒരു എക്സ്പെക്റ്റേഷൻ വരുന്നുണ്ട് ഇൻ ബ്ലോക്ക്. അപ്പോൾ അവിടെ എന്തെങ്കിലും എഴുതണം. അപ്പോൾ നമ്മൾ എഴുതാൻ പോകുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്, പക്ഷേ ഞാൻ എഴുതുന്നതിന് മുമ്പായിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒന്നും എഴുതണ്ട, ജസ്റ്റ് ഒരു ഡമ്മി ഉണ്ടാക്കി വെക്കുക എന്ന് പറയും. അപ്പോൾ എന്ത് ചെയ്യും, കോഡ് എക്സിക്യൂഷൻ സക്സസ്ഫുള്ളായി. ഡസൻറ്റ് മാറ്റർ, സോ ഇറ്റ് വർക്ക്സ്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഈ കണ്ടീഷൻസ് എന്താണെന്നുള്ളതാണ്. നമുക്കറിയാം ഈ പറഞ്ഞ നമ്മൾ പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്സ് 4 പഠിച്ചു. ആ 4 പഠിച്ചത് കാര്യമില്ല. നമ്മളെപ്പോഴും പ്രോഗ്രാമിംഗ് ഈസ് ഓൾ അബൌട്ട് നോട്ട് ജസ്റ്റ് അബൌട്ട് കോഡിങ് അല്ല പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. പക്ഷെ മറിച്ച് എന്താണ്, ഡേറ്റ മാനേജ്മെൻ്റ് ആണ്, ഡേറ്റ ഹാൻഡ്ലിംഗ് ആണ്, ഡേറ്റ പ്രോസസ്സിംഗ് ആണ്. ഡേറ്റ ഉണ്ടെങ്കിലേ ഈ പറഞ്ഞ പ്രോഗ്രാമിങ്ങിന് കാരണമുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് പൈത്തൺ പഠിച്ചാൽ അത് ചെയ്യാൻ പറ്റുമോ, ചെയ്യാം. പൈത്തൺ പഠിച്ച ഗെയിം ഉണ്ടാക്കാം, വെബ് ഉണ്ടാക്കാം. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഒരു പർപ്പസിന് വേണ്ടിയിട്ടല്ല. ഇപ്പോൾ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പാട്ട് മാത്രമാണ് കേൾക്കാൻ പറ്റുക,
വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന മാത്രമാണോ? സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നതാണോ? പ്രോഗ്രാം അല്ലല്ലോ. കമ്പ്യൂട്ടറിന് ഒരുപാട് ഉപയോഗമില്ല. മ്യൂസിക് ഇൻഡസ്ട്രീസ് ഉണ്ട്, ഗെയിമിംഗ് ഇൻഡസ്ട്രീസ് ഉണ്ട്, അങ്ങനെ എത്രയോ മേഖലകളിൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ട്. എല്ലാത്തിനും കണ്ട വാച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ കമ്പ്യൂട്ടറാണ്, സമയം നോക്കാൻ വേണ്ടി മാത്രമേ മെഷീൻ. എന്നതുപോലെ നിങ്ങളുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്താകണമെന്ന് നിങ്ങളാണ് പറയേണ്ടത്. അതിലേക്ക് കൊടുക്കുന്ന ഡേറ്റയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ ഇമേജ് ഡേറ്റ ആണെങ്കിൽ അതൊരു അൺസ്ട്രക്ചേർഡ് ഡേറ്റയാണ്. എക്സൽ ഫയൽ ആണെങ്കിൽ ഒരു സ്ട്രക്ചേർഡ് ഡേറ്റയാണ്. ഡേറ്റാബേസ് ആണെങ്കിൽ സ്ട്രക്ചേർഡ് ഡേറ്റയാണ്. ഇമെയിൽ ആണെങ്കിൽ സെമി സ്ട്രക്ചേർഡ് ഡേറ്റയാണ്. എന്തുതരം ഡേറ്റ കൊടുത്താലാണ് നിങ്ങളുടെ സാധനം കിട്ടുക, അതാണ് ഉത്തരം. അപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഡേറ്റ ഉണ്ടായിട്ട് കാര്യമില്ല, ഡേറ്റ നീഡ്സ് ടു ബി ഓപ്പറേറ്റഡ്. അതായത് ഡേറ്റയെ നിങ്ങൾ അതിനെ ഓപ്പറേറ്റ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രയോജനമില്ല. എന്ന് വെച്ചാൽ കണക്ക് കൂട്ടിയാലേ അതിൻ്റെ വാല്യൂ റിസൾട്ട് കിട്ടത്തുള്ളൂ. എന്നാലും നിങ്ങൾക്കൊരു, ഇപ്പോൾ നിങ്ങളൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന ആ ബ്ലഡിൽ ഡേറ്റ കിട്ടിയിട്ട് കാര്യമില്ല, നിങ്ങൾ അതിൻ്റെ ബെഞ്ച് മാർക്ക് നോക്കണം. ഇത് ചുമ്മാ ഒരു പൊട്ടൻ്റെ കൊടുത്തിട്ട് കാര്യമില്ല, അതിന് സ്പെസിഫിക് ക്രൈറ്റീരിയ ഉണ്ടാകും. ഇന്ന ഇതിൽ നിന്നാലായിരിക്കും ഷുഗർ നോർമലാവുക എന്നുള്ളൊരു വാല്യൂ കൂടെ കൊടുത്തില്ലെങ്കിൽ ചുമ്മാ അത് ഷുഗർ ടെസ്റ്റ് ചെയ്തിട്ട് എന്താ കാര്യം? അപ്പോൾ എപ്പോഴും നിങ്ങൾ അത് പ്രോസസ്സ് ചെയ്യാൻ ശ്രമിക്കുക, എന്നാലേ അതിന് പ്രധാനമായിട്ട് അർത്ഥമുള്ളൂ. ഡോക്ടർ അല്ലാത്തവരിങ്ങനെ ചുമ്മാ നോക്കിയിരിക്കത്തുള്ളൂ. അതുകൊണ്ട് ഡോക്ടർമാസിൻ്റെ കൊടുക്കും, അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് ചാറ്റ്ജിപിടിയൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് ഷുഗർ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയുന്നത് നിങ്ങളുടെ ഡേറ്റയുടെ ആ ഒരു റേഞ്ചൊക്കെ വെച്ചിട്ടാണ്. അപ്പോൾ എപ്പോഴും ഡേറ്റ ഉണ്ടെങ്കിൽ അവിടെ ഡേറ്റ പ്രോസസ്സിങ് ഉണ്ടാവണം. അങ്ങനെയാണ് നമ്മൾ ഓപ്പറേറ്റേഴ്സിലേക്ക് വരിക. ഞാൻ ഓപ്പറേറ്റേഴ്സ് മുഴുവൻ പറയുന്നില്ല, പക്ഷേ ഓടിച്ചു പോകാം. അതിലൊന്നെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കാണുന്ന അരിത്മെറ്റിക് ഓപ്പറേഷനാണ്. കൂട്ടാം, കുറയ്ക്കാം, മൾട്ടിപ്ലൈ ചെയ്യാം, ഗുണിക്കാം, ഹരിക്കാം. അതൊക്കെ നമ്പേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. രണ്ടാമത്തത് ലോജിക്കൽ ഓപ്പറേഷനാണ്. എന്നുവെച്ചാൽ ലോജിക്കലി രണ്ടെണ്ണം കണക്ട് ചെയ്യുക. ആൻഡ് ഓപ്പറേഷൻ, ഓർ ഓപ്പറേഷൻ, ഇലക്ട്രോണിക്സ് ഒക്കെ പഠിച്ചവർക്ക് അറിയാൻ പറ്റും. അങ്ങനെ ഒരു എസ് ഓർ നോ, രണ്ടും ട്രൂ ആണോ, രണ്ടിടത്തും കറണ്ട് ഉണ്ടോ, രണ്ടിടത്തും കറണ്ട് ഇല്ലേ, ഒരിടത്ത് കറണ്ട് ഉണ്ടോ, അങ്ങനെയുള്ള ഒരു ലോജിക്കൽ ഓപ്പറേഷൻ. മൂന്നാമത്തെന്ന് പറഞ്ഞാൽ മെമ്പർഷിപ്പ് ഓപ്പറേഷൻ. എന്നുവെച്ചാൽ ഈ പറഞ്ഞ ആൾ അതിനകത്തുണ്ടോ ഇല്ലയോ. നാലാമത്തെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞത് ബൂളിയൻ ഓപ്പറേഷൻ എന്ന് തോന്നുന്നു. ഓപ്പറേഷൻസ് നോക്കട്ടെ, ഓപ്പറേറ്റേഴ്സ് അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ ഉണ്ട്. അരിത്മെറ്റിക്, പിന്നെ അസൈൻമെൻറ്റ് ഓപ്പറേഷൻസ്. അസൈൻമെൻ്റ് എന്ന് പറഞ്ഞാൽ എ ഈസ് ഈക്വൽ ടു ബി, 1 ഈസ് ഈക്വൽ ടു 2 ആണോ അല്ലയോ, ട്രൂ ഓർ ഫോൾസ്. നെക്സ്റ്റ് കമ്പാരിസൺ, കമ്പയർ എന്ന് വെച്ചാൽ 1 ലെസ് ദാൻ 2, 2 ലെസ് ദാൻ 3, അങ്ങനെയുള്ള കമ്പാരിസൺ ഓപ്പറേഷൻ. പിന്നെ ലോജിക്കൽ ഐഡൻറ്റിറ്റി ഓപ്പറേഷൻസ്, ഇന്ന ആൾ അയാൾ തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു ഐഡൻറ്റിറ്റി ഓപ്പറേഷൻ. ഇത്രയും ഓപ്പറേറ്റേഴ്സ് മെയിനായിട്ട് പഠിക്കേണ്ടുള്ളൂ. പക്ഷേ പഠിച്ചുമൊക്കെ കാണാൻ പഠിക്കലല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ പറഞ്ഞ സാധനം ഓപ്പറേറ്റേഴ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് സം റിസൾട്ട്, എന്തോ ഒരു ഔട്ട്പുട്ട് കിട്ടും. ആ ഔട്ട്പുട്ടിനെ ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. എന്ന് വെച്ചാൽ ദ റിസൾട്ട് ഓഫ് ദി എക്സിക്യൂഷൻ, the result of processing needs to be analyzed to conclude into a decision. അത് മനസ്സിലാക്കേണ്ട കാര്യം, പണ്ട് കാലത്ത് എങ്ങനെയാണ് പറഞ്ഞ കാൽക്കുലേറ്ററൊക്കെ വർക്ക് ചെയ്തത്, വലിയ ജയൻറ്റ് മെഷീൻസൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്യുവർലി കറണ്ടാണ്, അനലോഗ് സിഗ്നൽസ് ആണ്. കറണ്ട് വന്നാൽ അങ്ങനെ അത് ഈ കണക്കുണ്ട്. ഇപ്പോൾ ബൾബ് 10 ഡിജിറ്റുള്ള ഒരു ബൾബൊക്കെ കത്തിച്ച് വെച്ചിട്ടാണ് പണ്ട് കാൽക്കുലേറ്ററൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എന്നുവെച്ചാൽ ഒരിടത്ത് കറണ്ട് കൊടുക്കും, മറ്റേടത്ത് കറണ്ട് കൊടുക്കും. അപ്പോൾ ഒരു ലോജിക്കൽ ഗേറ്റ് പോകും, ആ 2 ഗേറ്റിലൂടെ പോയിട്ട് ഒരു ഔട്ട്പുട്ട് വരുമ്പോൾ അവർ കണക്ക് കൂട്ടും. ഓക്കെ, ഇപ്പോൾ ഞാൻ ഈ കീബോർഡ് ടൈപ്പ് ചെയ്യുന്നു, ഞാനിവിടെ എച്ച് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക് എൻഡിലുള്ള ഒരു കറണ്ട് ബസ് കണക്ട് ചെയ്ത് സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്യാണ്. സിസ്റ്റം പറയുന്ന ഒരു നമ്പറിൻ്റെ കാൽക്കുലേഷൻ ബേസ് ചെയ്തിട്ടാണ് ആ റെസ്പോൺസ് കിട്ടുന്നത്. അല്ല നമ്മളിവിടെ എച്ച് എന്ന് എഴുതി കഴിഞ്ഞാൽ മെഷീൻ എച്ച് എന്ന് മനസ്സിലാവുന്നില്ല. എന്നതുപോലെ ഒരു റിസൾട്ട്, ഒരു എക്സിക്യൂഷൻ, ഇവിടെ ഒരു എച്ച് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ എച്ചിൻ്റെ എക്സിക്യൂഷൻ പുറകിൽ നടക്കുന്നുണ്ട്. ആ എച്ചിൻ്റെ എക്സിക്യൂഷൻ്റെ റിസൾട്ട് സം കൈൻഡ് ഓഫ് ഡേറ്റ. ചിലപ്പോൾ അത് നമ്പർ ആവാം, സ്ട്രിങ് ആവാം, ബൂളിയൻ ആവാം, എന്തും ആവാം. മനസ്സിലായില്ലേ? ഇത്രയേ ഉള്ളൂ. അപ്പം ഈ ഓപ്പറേറ്റേഴ്സ് എന്തിനാണ് ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എപ്പോഴും ഡേറ്റ ഓപ്പറേഷൻ, ഓപ്പറേഷൻസ് ആർ ഡൺ ഓൺ സിംഗിൾ ഓർ മൾട്ടിപ്പിൾ ഡേറ്റ ടൈപ്സ്. അതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അതാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ട കാര്യവും. അല്ലാതെ നമ്മൾ ചുമ്മാ അരിത്മെറ്റിക് കൂട്ടിയോ കുറച്ചോ വാല്യൂ കിട്ടിയോ അതല്ലല്ലോ, സമ്മല്ലല്ലോ നോക്കണ്ട. നമുക്ക് നോക്കേണ്ടത് പ്രോഗ്രാമിംഗ് ആണ്. പ്രോഗ്രാമിങ്ങിൽ എന്തൊക്കെ മാറ്റം വരുന്നു നോക്കാം. ലെറ്റ്സ് സീ. എഴുതി പോവാണ്. ഞാനിപ്പോൾ തന്നെ 31 മിനിറ്റായി അല്ലേ? നമുക്ക് നോക്കാം. ഞാനിപ്പോൾ എടുക്കുന്നു
var 1 അല്ലെങ്കിൽ വേരിയബിൾ 1 എന്ന് പറഞ്ഞത് ഹലോ എന്ന് പറയുന്നു. വേരിയബിൾ 2 എന്ന് പറഞ്ഞത് അബു ഹാരിസ് നടക്കുന്നു. ഞാനിപ്പം ഒന്ന് നമ്മൾ സ്ട്രിങ്ങിൻ്റെ ആദ്യം എടുക്കാം. സ്ട്രിങ്ങിന് നമുക്ക് അരിത്മെറ്റിക് ചെയ്യാം, ലോജിക് ചെയ്യാം, മെമ്പർഷിപ്പ് ചെയ്യാം, അങ്ങനെ എല്ലാ ഓപ്പറേഷൻസും സ്ട്രിങ്ങിന് എന്തൊക്കെ നടക്കും നോക്കാം. എല്ലാം കൂടെ ഞാൻ കവർ ചെയ്യുന്നില്ല, സമയം പോകും. അപ്പോൾ ഞാൻ പ്രിൻ്റ് ചെയ്യാണ്. അപ്പോൾ പറയുകയാണ് var 1+2 നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന അരിത്മെറ്റിക് ഓപ്പറേഷൻ. ഇതിനകത്ത് സ്പേസ് ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഫോർ എസ്തെറ്റിക് പർപ്പസ് റെക്കമെൻഡേഷൻ മാത്രമാണ്. അപ്പോൾ ഞാൻ പ്രിൻ്റ് ചെയ്യാണ്, വർക്ക് ചെയ്തു. കൺകാറ്റനേഷൻ ഉണ്ട് എന്ന് വെച്ചാൽ ഇതിനെ കൺകാറ്റനേഷൻ എന്ന് വിളിക്കുന്നത്, അഡിഷൻ എന്നല്ല കൺകാറ്റനേഷൻ എന്ന് വെച്ചാൽ 2 സ്ട്രിങ്ങുകളെ കൂട്ടി വെക്കുക. നിങ്ങൾ കണക്ക് കൂട്ടല്ല, 2 എണ്ണത്തെ കൊണ്ട് യോജിപ്പിക്കുന്നു. അപ്പോൾ എന്താ ഇവിടെ ഒരു സ്പേസ് വന്നിട്ടില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു സ്പേസ് ഇടാൻ വേണ്ടി ഞാൻ വീണ്ടും ഒരു കൺകാറ്റനേഷൻ കൊടുക്കുകയാണ്. എന്നുവെച്ചാൽ ഒരു empty സ്ട്രിങ് കൊടുത്തിട്ട് ഞാൻ പറയുകയാണ് ഒരു സ്പേസ് അതിൻ്റെ ഇടയിലിട്ടേരെ. അപ്പോൾ എന്ത് ചെയ്യും മനസ്സിലായി. അപ്പോൾ അഡീഷണൽ ഓപ്പറേഷൻ 2 സ്ട്രിങ്ങുകൾ തമ്മിൽ വർക്ക് ചെയ്യും. ദ ഫസ്റ്റ് ഒബ്സർവേഷൻ. അപ്പോൾ ഞാനിത് മൈനസ് ആക്കാൻ പോവാണ്. അൺസപ്പോർട്ടഡ് ഓപ്പറേഷൻ. സ്ട്രിങ്ങും തമ്മിൽ കുറയ്ക്കാൻ പറ്റില്ല, മനുഷ്യൻ്റെ ലോജിക്കല്ലേ. ഗുണിച്ച് നോക്കാം. മൾട്ടിപ്ലിക്കേഷൻ അത് നടക്കില്ല. ഇൻറ്റിജറും സ്ട്രിങ്ങും തമ്മിൽ അല്ല, സ്ട്രിങ്ങും സ്ട്രിങ്ങിലും ഗുണിക്കാൻ പറ്റില്ല. ഡിവിഷൻ പിന്നെ തീരെ നടക്കില്ല. ബാക്കിയുള്ള ഓപ്പറേഷൻസ് എല്ലാം അരിത്മെറ്റിക്കാണ്. അപ്പോൾ രണ്ടാമത്തേന് ഞാൻ ഇത് നമ്പർ ആക്കുന്നു, ഒരു 10 എന്ന് പറഞ്ഞു കൊടുക്കുന്നു. എന്ന് വെച്ചാൽ ഫസ്റ്റിലത്തെ വാല്യൂ സ്ട്രിങ്ങും സെക്കൻഡ് ഞാനൊരു നമ്പറും ആക്കുന്നു. കൂട്ടി നോക്കാം. അഡീഷണൽ ഓപ്പറേഷൻ നടക്കില്ല, സ്ട്രിങ്ങും അതുമായിട്ട് പറ്റില്ല. മൈനസ് ചെയ്യുന്നു, ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ല. മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നു, നടക്കും അല്ലേ. എന്ന് വെച്ചാൽ മൾട്ടിപ്ലിക്കേഷൻ നടന്നു, 10 ടൈംസ് ഹലോ പ്രിൻ്റ് ചെയ്തു. അപ്പോൾ ഇതെവിടെ ഉപയോഗിക്കാമെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ഈ പറഞ്ഞ ലിനക്സ് അഡ്മിനിസ്ട്രേഷനിലൊക്കെ വരുവാണെന്നത് ഞാൻ കാണിച്ചു തരാം. എന്ന് വെച്ചാൽ നമുക്ക് ഈ പറഞ്ഞ ടോപ്പ് കമാൻഡൊക്കെ അടിക്കുന്ന നമ്മുടെ മെമ്മറി റിസോഴ്സ് കൺസംപ്ഷൻ കാണാൻ പറ്റും. ആ പ്രോഗ്രാം എങ്ങനെ റൺ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞ പോലെ ഒരു ബാർ ഉണ്ടാവും. ആ ബാറെന്ന് പറഞ്ഞാൽ ഒരു സ്ട്രിങ് ആണല്ലോ, എന്ന് വെച്ചാൽ ഒരു ക്യാരക്ടറാണ്, ടെക്സ്റ്റാണ്. അപ്പോൾ അതെന്ത് ചെയ്യും, അതിനെന്ത് ചെയ്യും, നമ്മൾ പ്രിൻ്റ് ചെയ്യുമ്പോൾ അത് ഇങ്ങനെ വരും. ഇപ്പോൾ ഒരു 1000 കൊടുത്തു കഴിഞ്ഞാൽ 1000 ബാർസ് ഇങ്ങനെ വരും. അപ്പോൾ ഇങ്ങനെ കൂടിയും കുറയ്ക്കും. ഇപ്പോൾ ഒരു കാൽക്കുലേഷനാണ്. എന്ന് വെച്ചാൽ CPU മൾട്ടിപ്ലിക്കേഷൻ ബൈ നമ്പർ ഓഫ് CPU ബൈ ലോഡോ, അങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്, ഒരു മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ. എന്ന് വെച്ചാൽ ഗുണിക്കുക, അതിനെ ഡിവൈഡ് ചെയ്യുക, എന്ന് വെച്ചാൽ ആവറേജ് എടുക്കുന്ന പരിപാടി. അപ്പോൾ ആവറേജ് എടുക്കുമ്പോൾ നമ്മുടെ ഇങ്ങനെ കയറി ഇങ്ങനെ കുറഞ്ഞ് കൂടി ഇങ്ങനെ വരും. അത് കാണാൻ ഭയങ്കര രസമാണ്. അത് നമുക്ക് പ്രോഗ്രാമിങ് ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് വേണമെങ്കിൽ കണ്ടീഷൻ എടുക്കാം. ഓക്കെ, 10 എണ്ണത്തിൽ ഇഫ് ദി നമ്പർ ഈസ് മോർ ദാൻ 10 ചേഞ്ച് ദ കളർ ടു യെല്ലോ. അപ്പം ബാറിൻ്റെ കളർ എന്ത് യെല്ലോയിലേക്ക് മാറ്റാം. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഓക്കെ ഈ 80-നും 100-നും ഇടയിലാണെങ്കിൽ റെഡ് അലേർട്ട് കൊടുക്കണം. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ്. ഇതാണ് പ്രോഗ്രാമിങ്ങിൻ്റെ യൂസ്. അല്ല നമ്മൾ അത് ആപ്പിൾ ഓറഞ്ച് എന്ന് എഴുതി കാണിക്കലല്ല. ഓക്കെ, അപ്പം ഇതെന്ത് ചെയ്തു, മൾട്ടിപ്ലിക്കേഷൻ നടന്നു, ഡിവിഷൻ നടക്കത്തില്ല, കാരണം അത് നമുക്കറിയുന്ന കാര്യമാണ്. അപ്പോൾ സ്ട്രിങ്ങിൻ്റെ ഓപ്പറേഷൻ ഞാൻ കഴിഞ്ഞു. സ്ട്രിങ്ങിന് വേണമെങ്കിൽ ഒരു ഓപ്പറേഷൻ കൂടെ ചെയ്ത് നോക്കാം. ഹായ് വേണമെങ്കിൽ ഇത് തന്നെ ചെയ്യാം. വേണമെങ്കിൽ ഒരു ലോജിക്കൽ ഓപ്പറേഷൻ ആൻഡ് എടുക്കാം, നടക്കും നോക്കാം. അത് നടക്കത്തൊന്നുമില്ല, തീർന്നു, സ്ട്രിങ്ങിൻ്റെ കഴിഞ്ഞു പരിപാടി. അപ്പോൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിനി സ്ട്രിങ്ങിൻ്റെ കഴിഞ്ഞിട്ട് മാത്തമാറ്റിക്സ് നമ്പേഴ്സ് ഇൻറ്റിജറും ഫ്ലോട്ടും എടുക്കുന്നില്ല. അത് കൂടുതലും കണക്ക് കൂട്ടാനാണ്. അത് ഗുണിക്കാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും, അറിയാമല്ലോ. അത് ശരിക്കും പറഞ്ഞാൽ ലോജിക്കാണ്. അത് ഞാൻ കാണിച്ചു തരുന്നതിനകത്ത് വലിയ അർത്ഥമൊന്നുമില്ല. മൂന്നാമത്തെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞത്, മൂന്നാമത്തെ ഡേറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഫ്ലോട്ട് അത് എടുക്കുന്നില്ല, ബൂളിയനാണ് പ്രധാനമായിട്ടും നോക്കുന്നൊരു കാര്യം. ഒന്നാമത്തെ ഞാൻ പറയുന്നു അതൊരു ട്രൂ ആണ്, രണ്ടാമത്തത് ഫോൾസ് ആണ്. അഡീഷൻ ചെയ്ത് നോക്കാം, കൂട്ടി നോക്കാം. അപ്പോൾ കൂട്ടാൻ പറ്റും. ട്രൂവും ഫോൾസും തമ്മിൽ കൂട്ടിയാൽ 1 കിട്ടും. ട്രൂ ആണെങ്കിലോ, ട്രൂ ആണെങ്കിൽ 2 കിട്ടും. എന്ന് വെച്ചാൽ ട്രൂ എന്നതിന് 1 എന്ന് പറഞ്ഞ വാല്യൂയും ഫോൾസിന് 0 എന്നുള്ള വാല്യൂ. എന്ന് വെച്ചാൽ 0 + 1 1, 0 1 + 1 2. അപ്പോൾ ഞാൻ രണ്ടും ഫോൾസ് ആക്കിയാലോ, ഫോൾസ് പ്ലസ് ട്രൂ, ഫോൾസ് പ്ലസ് ഫോൾസ്. അപ്പോൾ എന്താ 0 + 0 0. കമോൺ ഞാൻ പറയാൻ മറന്നുപോയി. ഞാൻ ഉപയോഗിക്കുന്നത് ഓൺലൈൻ കമ്പൈലറാണ്. എന്ന് വെച്ചാൽ എനിക്ക് ഇൻസ്റ്റലേഷൻ പ്രൊസീജിയറിൻ്റെ ആ കോംപ്ലക്സിറ്റി തുടങ്ങാൻ വേണ്ടിയിട്ട് അത്രയൊന്നും വേണ്ട. നമുക്ക് ഒരു മിനിമൽ സെറ്റപ്പിൽ തുടങ്ങുക, പിന്നെ കോംപ്ലക്സ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ എടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, VS കോഡോ അല്ലെങ്കിൽ പൈച്ചാം ഒക്കെ ഉപയോഗിച്ച് പോകാം. ബേസിക്കിന് ഇത്രയൊക്കെ മതി. അപ്പോൾ എന്ത് ചെയ്യും, ഫസ്റ്റിലത് ഞാൻ പ്ലസ് ചെയ്തു, മൈനസ് ചെയ്താലും 0 0 - 0 0. മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും.
കാരണം ഇത് കൺവേർട്ട് ചെയ്യുന്നത് എന്താ, നമ്പേഴ്സായിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ഓപ്പറേഷനും നടക്കും, ഡിവിഷൻ നടക്കത്തില്ല. കാരണം എന്താണ്, 0 ഡിവിഷൻ ബൈ 0 ഇറ്റ്സ് അൺസപ്പോർട്ടഡ്. 0 ഡിവിഷൻ എറർ എന്ന് വെച്ചാൽ ഒരു പൈത്തൺ എററാണ്, എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് ആണ്. അപ്പം 4 ഡേറ്റ ടൈപ്പ് നമ്മളുള്ള കാര്യം ചെയ്തു. പിന്നൊരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലോജിക്കൽ ഓപ്പറേഷൻ. അതായത് ലോജിക്കൽ ഓപ്പറേഷൻസിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഈ അടുത്തൊരു പോസ്റ്റർ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കൊടുത്തിട്ടുണ്ട്. പോസ്റ്ററിലെ കണ്ടെന്ന് വെച്ചാൽ എൻ്റെ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റിൽ നിങ്ങളുടെ പൈത്തൺ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞൊരു വാഗ്ദാനം. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എവറി കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എ ബൂളിയൻ. ഇതാണ് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. പൈത്തൺ കോഴ്സ് കഴിഞ്ഞു, നമ്മൾ പരിപാടി കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ ചാർജ് ചെയ്തെന്ന് തോന്നുന്നു. എവറി കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എ ബൂളിയൻ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഉപയോഗിക്കുന്ന ഈ പറഞ്ഞ ഏത് കണ്ടീഷൻ ഉപയോഗിച്ചാലും യു വിൽ ഗെറ്റ് എ ബൂളിയൻ വാല്യൂ. അതാണ് നമുക്കിവിടെ എടുക്കേണ്ട ടേക്ക് അവേ. നമുക്ക് നോക്കാം അത്.